എന്നതിലുപരി ഒരു ഓഥറിനെ പരിചയപ്പെടുത്താനാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. മിൽക്ക് ആൻഡ് ഹണി ബൈ റൂബി കൗർ. ഇൻസ്റ്റാഗ്രാമിൽ വളരെ കാലമായിട്ട് ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു ഓഥറായിരുന്നത്. പുള്ളിക്കാരിയുടെ ആദ്യത്തെ പോസ്റ്റ് ഞാൻ കാണുന്നത് ഒരു മെൻസ്ട്രേറ്റ് ചെയ്യുന്ന ഒരു വുമൺ മെൻസ്ട്രേഷനെ പറ്റി എഴുതിയിട്ട ഒരു കണ്ടൻറ്റ്. ആ കണ്ടൻറ്റ് ഇൻസ്റ്റഗ്രാമിൽ നിന്ന് റിമൂവ് ചെയ്തു, അതുകൊണ്ട് റീപോസ്റ്റ് ചെയ്യേണ്ടി വരുന്നു എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ട ഒരു പോസ്റ്റാണ് ഞാൻ കാണുന്നത്. അന്നത് കണ്ടപ്പോൾ തന്നെ എനിക്കത് ഭയങ്കര റെവല്യൂഷണറി ആയിട്ട് ഫീൽ ചെയ്തു. കാരണം മെൻസ്ട്രേഷൻ എന്ന് പറയുന്നത് അതൊരു ടാബുമായിട്ടും സ്റ്റിഗ്മയായിട്ടൊക്കെ ഇപ്പോഴും കണ്ടുവരുന്ന ഒരു സൊസൈറ്റിയിൽ അത്രയും ആ ഒരു പോസ്റ്റ് റിമൂവ് ആയിട്ട് വീണ്ടും അത് റിമൂവ് ആക്കി എന്ന് പറയാൻ കാണിക്കുന്ന ആ ഒരു ധൈര്യം അതെല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. അന്നാ എനിക്ക് ആ ഓഥറിനോട് റെസ്പെക്റ്റ് തോന്നി. അങ്ങനെ ഞാൻ ഫോളോ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഞാൻ അവരുടെ ബുക്ക് വാങ്ങി. ആ ഓഥറിൻ്റെ ഫസ്റ്റ് ബുക്ക് ഞാൻ വാങ്ങുന്നത് ഹോംബഡി എന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു ബുക്കാണ്. അത് ഞാൻ എപ്പോഴും എൻ്റെ അടുത്ത് തന്നെ ഞാൻ സൂക്ഷിക്കുന്ന അത്രയും പ്രിയപ്പെട്ട ഒരു ബുക്കാണ് ഹോംബഡി ബൈ റൂബി കൗർ. ഇത് ഞാൻ മുഴുവനും വായിച്ച് ഇതിൽ 4 പാർട്ടായിട്ട് മൈൻഡ്, ഹാർട്ട്, റെസ്റ്റ്, അവേക്ക്, അങ്ങനെ 4 പാർട്ടായിട്ടാണ് ഈ ബുക്ക് ഡിവൈഡ് ചെയ്തേക്കുന്നത്. അതേമാതിരി തന്നെ അവരുടെ ഫസ്റ്റ് ബുക്ക് മിൽക്ക് ആൻഡ് ഹണി എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ബുക്കും 4 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. വളരെ ഷോർട്ടായിട്ടുള്ള പോയംസ് അതിൻ്റെ അതിലുള്ളത്. എല്ലാ പോയംസും വളരെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. മിൽക്ക് ആൻഡ് ഹണിയിലെ ഒരു പോയം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ചെറിയ പോയംസാണ്. ചിലപ്പം ഒരു പേജിൽ 2 ലൈൻസൊക്കെ കാണാറുള്ളൂ എന്തെങ്കിലും. അതുപോലെ തന്നെ ഈ ഓഥറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇല്ലുസ്ട്രേഷൻ വർക്ക് ചെയ്തേക്കുന്നതും സെയിം ഓഥർ തന്നെയാണ് എഴുതിയേക്കുന്നത്, ഇല്ലുസ്ട്രേറ്റ് ചെയ്തേക്കുന്നത്, ബുക്കിൻ്റെ കവർ പേജ് ചെയ്തേക്കുന്നതെല്ലാം ഈ ഓഥർ തന്നെ, റൂബി കൗർ. ഐ റെസ്പെക്ട് ദാറ്റ് വുമൺ, യു നോ. ഒരു പോയം ഞാൻ കാണിച്ചു തരാം. ഐ ഫ്ലിഞ്ച് വെൻ യു ടച്ച് മീ, ഐ ഫിയർ ഇറ്റ് ഈസ് ഹിം. 2 ലൈനേ ഉള്ളൂ. ഞാൻ അതിൻ്റെ അകത്ത് കുറച്ചിട്ട് എഴുതിയിട്ടൊക്കെ ഉണ്ട്. ജസ്റ്റ് കുത്തി വരച്ചേക്കുക. പക്ഷേ ആ കുത്തി വരച്ചേക്കുന്നത് ഐ ഫീൽ ദാറ്റ്. യു ഹാവ് സാഡ്നെസ് ലിവിങ് ഇൻ പ്ലേസസ് സാഡ്നെസ് ഷുഡിൻ ലിവ്. The rape will tear you in half, but it will not end you. ഹോംബഡി. ഇത് മിൽക്ക് ആൻഡ് ഹണിയിലെ കുറച്ച് പോയംസ് ഞാൻ വായിച്ച് കേൾപ്പിച്ച്. ഹോംബഡി ഈസ് മൈ ഫേവറേറ്റ്. ഏതാ കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ രണ്ടും എൻ്റെ സ്വത്താണിപ്പോൾ. ഇപ്പോൾ എവിടെ പോയാലും എനിക്ക് ഈ ബുക്ക് 2 ഇപ്പോൾ എൻ്റെ കൂടെ വേണം, അങ്ങനൊരു ഫീല്. ഇപ്പോൾ ഒരു കമ്പാനിയൻ അങ്ങനൊരു രീതിയിൽ ഇപ്പോൾ എനിക്ക് ഈ ബുക്ക് എൻ്റെ കൂടെ വേണമെന്ന് തോന്നും. ഭയങ്കരമായിട്ട് എനിക്ക് അങ്ങനെ തോന്നാറുണ്ട്. 2 ബുക്ക്